സത്യത്തിൽ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നീ പട്ടുസാരി കൊടുത്തു നിൽക്കും. അല്ല, സാധാരണ അങ്ങനെ അല്ലല്ലോ. വിധവയുടെ വിഷം ധരിച്ചല്ലേ പെണ്ണാണ് വരുന്നത് നീ ഓടിക്കാറുള്ളത്. ഇന്നിങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. കാലം ഒരു പരീക്ഷണസ്ഥലല്ലേ കാഞ്ചന? ശരിയാ. കുട്ടിക്കാലം തൊട്ട് ഞാൻ വളരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈയും വളർന്നിരുന്നു. ഈയും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല അപ്പോഴും അപ്പോഴും തന്ന കത്ത് അത് തരുമ്പോഴാണ് ഞാനെല്ലാം അറിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇരുന്നൊരു മൽപ്പിലിട്ടുണ്ടു നിൻ്റെ കൈക്ഷരം തോന്നിയൊരു നോട്ട്ബുക്ക് പിന്നെ നിൻ്റെ ഒരു ഫോട്ടോയും മനസ്സിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ. എൻ്റെ കഴിവില്ലായ്മ ആയിരിക്കാം എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴേക്കും മൊയ്തീൻ നിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. പിന്നെ ആ കത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ കത്ത് ഞാനെന്നത് മൊയ്തീന് കൊടുത്തിരുന്നു. എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം ഞാൻ വിവാഹം കഴിക്കാതെ കാത്തിരുന്നത് വെറുതെ അല്ലല്ലോ അല്ല കഞ്ചന? മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. ആ എന്നെ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോഴെന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് കയറുന്ന ആളല്ല ഞാൻ. എന്താണ് എൻ്റെ മൊയ്തീൻ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഇങ്ങനെ വെണ്ണ നിറയ്ക്കുന്നതാണ് എനിക്ക് പറ്റില്ല കാണിച്ചത്. അതിനുള്ള മനസ്സാക്ഷിയില്ല എനിക്ക്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കും. അറിയാം പക്ഷെ അപ്പോഴൻ എന്നെ സ്നേഹിക്കുന്നേക്കാളും 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാളൊരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എന്റെ ശവത്തിലേക്ക് അപ്പോയിട്ട് താലിയിട്ട് 1000 വർഷം എന്നെ കത്ത് കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടിയാണ് ചെയ്യും. ഈ കണ്ട കാലാത്രി എന്നെ കത്ത് കഴിഞ്ഞ് എൻ്റെ മൊയ്തീനെ ഓർത്ത് 3 അക്ഷരങ്ങൾ വായിച്ച് എൻ്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റും അപ്പേട്ടിന്? പറ, ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. ഇന്നത്തെ പെണ്ണ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഈ മൊയ്തീൻ്റെ ഭാഗ്യമാണ്. എൻ്റെ മനസ്സിൻ്റെ സ്നേഹം എന്നെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം. മാപ്പ്. എൻ്റെ അതിമുഖത്തിന് മാപ്പ്.